റഷ്യയുമായി ഖത്തർ സംസാരിച്ചത്രേ, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ഗൾഫിനെ മുഴുവൻ തങ്ങൾ സംരക്ഷിച്ചോളാമെന്ന് ഫ്രാൻസ്. അങ്ങനെ മുഴുവൻ ആളുകളും കൂടി ഖത്തറിനോടും മിഡിൽ ഈസ്റ്റിനോടും എല്ലാം സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഫലസ്തീൻ അടികൊണ്ടപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ മിഡിൽ ഈസ്റ്റിനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ ഒത്തിരി പേരുണ്ടാവും. സിമ്പിളാണ്, കാശുണ്ട്, വേണമെങ്കിൽ അവിടെയും ഒരു താവളം ഉണ്ടാക്കി കുറേ പട്ടാളക്കാരെ തീറ്റിപ്പോറ്റാം. അതുകൊണ്ട് സ്നേഹമിശ്രണമായ പെരുമാറ്റത്തോടുകൂടി എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഖത്തർ ഭരണാധികാരിയുടെ ഓഫീസാണ് പുടിനുമായി സംസാരിച്ച വിവരം പുറത്തുവിട്ടത്. ഒരു കാലത്ത് ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ ലോക പോലീസ് കളിക്കെല്ലാം ചെക്ക് പറയാൻ USSR ഉണ്ടായിരുന്നു. പിന്നീടത് പൊട്ടിപ്പിളർന്ന് കഷ്ണങ്ങളായപ്പോൾ വളരെ കരുത്തുള്ള കഷ്ണമെന്നുള്ള നിലയിൽ കുറച്ച് ആയുധങ്ങളും സംവിധാനവുമൊക്കെയായി റഷ്യ ഉണ്ടെങ്കിലും ഉക്രൈനുമായി ഇത്രയും നാൾ അടിച്ചിട്ടും എങ്ങും എത്താത്തവണ്ണം പമ്പരയടി അടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും പല യുദ്ധങ്ങളും ഉണ്ടാകുമ്പോൾ റഷ്യയെയും ചൈനയെയുമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ റഷ്യയെയും ചൈനയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർക്കെല്ലാം ഓരോ രാജ്യവുമായി ബിസിനസ് പങ്കാളിത്തമുണ്ടെങ്കിലും അതിലെല്ലാം ഉപരി ഈ പല രാജ്യങ്ങളുമായി തന്ത്രപ്രധാനവും രഹസ്യവുമായ ഒരുപാട് ഏർപ്പാടുകളുണ്ട്. റഷ്യ ഇറാൻ്റെ രംഗത്തെത്തുമോ, ഇറാൻ്റെ സഹായത്തിനെത്തുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ലത്. കാരണം റഷ്യയും ഇസ്രയേലും തമ്മിൽ പരസ്പരം ആക്രമിക്കില്ലെന്ന ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപാടുകളുണ്ട്. അതുകൊണ്ട് അകലെ നിന്ന് ഞങ്ങൾ സംരക്ഷിക്കും, വേണ്ടി വന്നാൽ അപലപിക്കും, ഞങ്ങൾ ചീറ്റും തുമ്മും ചുമയ്ക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ യാതൊരു കാര്യവുമില്ല. പിന്നെ രണ്ടാമതുള്ളത് ചൈനയാണ്. ചൈനക്കാർക്ക് അവരുടെ രാജ്യവും കച്ചവടവും എല്ലാം ഉൾപ്പെടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിനപ്പുറത്ത് വേറെ രാജ്യാന്തര താല്പര്യങ്ങളൊന്നുമില്ല. അവർക്ക് അവരുടെ സാധനങ്ങൾ വിൽക്കണം, അതിന് മാർക്കറ്റ് വേണം, അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഈ ഇറാനിലെ പറയുന്നത് പോലെ തന്നെ ഒരുപാട് കഥകൾ ഈ ചൈനയ്ക്കകത്തും റഷ്യയ്ക്കകത്തുമൊക്കെ ഉണ്ടെങ്കിലും ഈ മൊസദ് ഉൾപ്പെടെയുള്ള നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചാണ് ഇറാനിലെ കള്ളക്കഥകളൊക്കെ ഒരുപാട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 14 വയസ്സിൽ അബോർഷൻ, 5 വയസ്സിൽ കല്യാണം, 9 വയസ്സിൽ പ്രസവം, പിന്നെ മുടി പുറത്തോട്ട് കണ്ടാൽ കഴുത്ത് ഇതൊക്കെ പച്ച കള്ളക്കഥകളാണ്. ഇതൊന്നും യാതൊരു അർത്ഥവുമില്ലാത്ത നുണക്കഥകൾ മാത്രമാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സഹായവുമായി അവസാന രംഗത്ത് വന്നിരിക്കുന്നത് ഫ്രാൻസും റഷ്യയുമാണ്. നോർത്ത് കൊറിയ ഉണ്ട്, പക്ഷേ കൊറിയ എന്താണെന്നറിയില്ല. ഇത്തരം സീനുകളിലൊന്നും അധികം രംഗത്ത് വരാറില്ല. ഈ പറയുന്ന ഇറാൻ അടക്കമുള്ളവർ കൊറിയയുമായി എന്തെങ്കിലും തരത്തിലുള്ള തന്ത്രപ്രധാനമായ ബന്ധമുണ്ടോ എന്നും അറിയില്ല. സംഗതി മിഡിൽ ഈസ്റ്റിലെ ആക്രമണം തുടരുമ്പോൾ അവർക്ക് സഹായം അഭ്യർത്ഥിച്ച് തടയാനൊക്കെ അമേരിക്കയെ കൊണ്ടുവരുന്നതിന് വലിയ പ്രയാസമുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സമ്മർദ്ദം അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ സയണിസത്തെയും അമേരിക്കൻ പോലീസിനെയും എതിർക്കുന്നു ഒരു വശത്ത്. എന്നാൽ അത് നയിക്കുന്നവർക്ക് അങ്ങനെ ധൈര്യമായി എതിർക്കാനും കഴിയാത്ത ഒരു ധർമ്മസങ്കടമാണ് ഇതിലുള്ളത്. ആക്രമിക്കപ്പെടും തോറും സമ്മർദ്ദം കൂടുന്നു എന്ന് മാത്രമല്ല, ഈ യുദ്ധം ഒരു 2 ആഴ്ച 3 ആഴ്ച നീട്ടിക്കൊണ്ടു പോകാൻ ഇറാന് കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന എല്ലാവരും ഒരു ടേബിളിലേക്ക് ചർച്ചയ്ക്ക് വന്നേ മതിയാവൂ. കാരണം ലോകം തന്നെ അത്തരത്തിലേക്ക് അസ്ഥിരപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നതാണ് സ്ഥിതി. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി ഫ്ലൈറ്റുകൾ റദ്ദാക്കി, കൂട്ടത്തോടെ റദ്ദാക്കി എന്നൊക്കെ പറഞ്ഞ് വാർത്ത നമ്മൾ കാണുന്നെങ്കിലും അതുമൂലമൊക്കെ ഉണ്ടാകുന്ന പരശതം കോടികളുടെ നഷ്ടം പൂജ്യമിട്ട് എണ്ണിയാലും തീരില്ല. അതുകൊണ്ട് അടുത്ത 2 ആഴ്ച ഇറാനെ സംബന്ധിച്ചിടത്തോളവും ലോകത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.